തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പ്രമേഹം എന്നുള്ളത് നമ്മുടെ കണ്ണു മുതൽ പാദം വരെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു അസുഖം തന്നെയാണ്. അപ്പോൾ അതിൽ പാദ സംരക്ഷണത്തിന് ഏറെ വലിയ പ്രാധാന്യം നൽകേണ്ടതുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ്? പാദ സംരക്ഷണത്തിന് പ്രമേഹ രോഗികൾ കാര്യമായ പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മൾ എല്ലാവർക്കും അറിയാമല്ലോ, ഇപ്പോൾ പ്രമേഹം കാര്യമായിട്ട് സമൂഹത്തിനെ ബാധിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ തന്നെ പ്രമേഹം കാര്യമായി ബാധിക്കുന്നത് നമ്മുടെ കണ്ണ്, കിഡ്നി, രക്തക്കുഴലുകൾ, ന്യൂറോപ്പതി, അതായത് നമ്മുടെ ഞരമ്പുകളൊക്കെയാണ്. അപ്പോൾ ഇതിൽ തന്നെ ആൾക്കാർ ഇപ്പോൾ കൂടുതലും ബോധവാന്മാരാണ്. നമ്മുടെ കണ്ണിനെ ബാധിക്കുന്നതിനാണെങ്കിലും കിഡ്നിനെ ബാധിക്കുന്നതിനാണെങ്കിലും ഒക്കെ നമ്മുടെ ജനം ഇപ്പോൾ ബോധവാന്മാരാണ്. അതിനെക്കുറിച്ചൊക്കെ കൂടുതൽ ചികിത്സകൾ തേടുന്നുണ്ട്. അതിനുള്ള എല്ലാ സ്പെഷ്യാലിറ്റികളും എല്ലാ ഒരുവിധം ആശുപത്രികളിലുണ്ട്. അപ്പോൾ ഇതിൽ പാദ സംരക്ഷണമാണ് കൂടുതലും ആൾക്കാർ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാരണം. ഇപ്പോൾ പാദ സംരക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡയബറ്റിക്സ് ഉള്ള ആൾക്കാരിൽ 15 മുതൽ 25% വരെ ആൾക്കാർക്ക് ഏതെങ്കിലും ഒരു അവരുടെ കാലഘട്ടത്തിൽ ഡയബറ്റിക് ഫുട്ട് അൾസർ ഉണ്ടാകുന്നുണ്ട്. ഡയബറ്റിക് ഫുട്ട് അൾസർ ഉണ്ടാകുന്നതിനകത്ത് ഒരു 15% ആൾക്കാർക്കും അത് ഇൻഫെക്ഷനായി വരാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഈ കൂടുതലായിട്ടും നമ്മുടെ ഡയബറ്റീസിൻ്റെ, അതായത് നമ്മുടെ ശരീരത്തിലെ ഷുഗറിൻ്റെ അളവ് കൂടി നിൽക്കുക, അതുപോലെ തന്നെ നമ്മുടെ നാഡികളുടെ പ്രവർത്തനം നിൽക്കുക, ക്ഷയം, ഓരോ ഡയബറ്റീസ് ഇങ്ങനെ കാലക്രമേണ നിയന്ത്രണമില്ലാതെ പോയിക്കൊണ്ടിരിക്കുന്നതോടും നമ്മുടെ സെൻസറി ന്യൂറോപ്പതി ഉണ്ടാവുക, കാലിലേക്കുള്ള നാഡികളുടെ ക്ഷയം ഉണ്ടാവുക. അതുകൂടെ തന്നെ മോട്ടോർ ന്യൂറോപ്പതി അത് കാരണം നമ്മുടെ കാലിലേക്കുള്ള പാദഘടന മാറുക, അങ്ങനെ പ്രഷർ പോയിൻറ്റ്സ് ഡെവലപ്പ് ചെയ്യുക. അത് കാരണം നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ സാധാരണഗതിയിൽ അപ്ലൈ ചെയ്യുന്ന പ്രഷർ കൂടുതലായിട്ട് തഴമ്പുകൾ രൂപപ്പെട്ട്, വിള്ളലുകൾ രൂപപ്പെട്ട്, അതുപോലെ തന്നെ അതിനുള്ളിലേക്ക് കുമിളകൾ പോലെ ഫോം ചെയ്ത്, അപ്പോൾ ഇത് പലപ്പോഴും ആൾക്കാർ ശ്രദ്ധിക്കുന്നില്ല. ശ്രദ്ധിക്കാതെ പോകുമ്പോഴാണ് ഈ ഡയബറ്റിക് ഫുട്ട് അൾസറിലേക്ക് എത്തുന്നത്. അത് തന്നെ പല ഘട്ടങ്ങളിലായിട്ടാണ് നമ്മുടെ അടുത്ത് എത്തുന്നത്. ഇപ്പോൾ പറഞ്ഞില്ലേ, 10% ആൾക്കാർ വളരെയേറെ ഇൻഫെക്ഷനായിട്ടാണ് വരുന്നത്. പ്രത്യേകിച്ച് പ്രമേഹം, കൂടെ പുകവലി, മദ്യപാനം കൂടുതൽ ഒക്കെ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ രക്തക്കുഴലുകളുടെ പ്രശ്നം കാര്യമായി ബാധിച്ചിട്ടുണ്ടാവാം. അപ്പോൾ ഇതിൻ്റേതായുള്ള ഒരു ശാസ്ത്രീയമായ ഒരു ചികിത്സ ശരിക്കും നമ്മുടെ ജനം അത് ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് ശരിക്കും ഉള്ളത്. അപ്പോൾ ഒരു ചെറിയൊരു രീതിയിൽ സംരക്ഷിച്ചാൽ പോരാ പാദങ്ങൾ. കാരണം ഓരോ ശരിക്കും ലോകത്തിൽ കണക്കാക്കി കഴിഞ്ഞാൽ ഓരോ 30 സെക്കൻഡിലും ഓരോ ആംപുട്ടേഷൻസ് നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ പാദസംരക്ഷണം കാര്യമായി ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ആംപുട്ടേഷൻസ്, അൾസേഴ്സ് തന്നെ നമുക്ക് കുറേ പ്രിവെൻറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടാവും. മറ്റൊന്ന്, ഈ ആളുകൾക്കിടയിലുള്ള വലിയ രീതിയിലുള്ള ഒരു ആശങ്ക, ഇപ്പോൾ നമ്മുടെ കാലുകളിൽ ഏതെങ്കിലും ഷുഗർ ഉണ്ടെങ്കിൽ, നമ്മുടെ വിരലുകൾക്ക് ഏതെങ്കിലും ഷുഗർ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ മുറിച്ചു മാറ്റണമെന്നുള്ള ഒരു ചിന്താഗതിയാണ് പല ആളുകൾക്കും ഉള്ളത്, മുൻകാലങ്ങളിൽ എന്ന പോലെ. അപ്പോൾ അതിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പരിഹാര മാർഗമുണ്ട്? നമ്മൾ വിരലുകൾ ഇൻഫെക്ഷൻ ബാധിച്ചു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ മുറിച്ചു മാറ്റുക അല്ല ചെയ്യുന്നത്. നമ്മൾ ആദ്യം തന്നെ ഒരു രോഗി, പ്രത്യേകിച്ച് ഡയബറ്റിക് ഫുട്ട് അൾസറായിട്ട് വരുന്നവർ ആദ്യം തന്നെ പരിശോധിച്ച് കഴിഞ്ഞാൽ അവർക്ക് അവിടെ കാലിൻ്റെ ന്യൂറോപ്പതി എത്രമാത്രം ഉണ്ടെന്ന് നോക്കും. ഡോക്ടർ, നമുക്ക് അതിലേക്ക് വരാം. ഹംസ എന്നൊരു പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്, കോഴിക്കോട് നിന്ന്. ഹംസ, എന്താണ് സംശയം? ഡോക്ടറോട് ചോദിക്കാം. ഹലോ, എനിക്ക് ഡയബറ്റിക് 30 കൊല്ലമായി ഡയബറ്റിക്, അതിന് മരുന്നൊക്കെ കഴിച്ചു. കുറച്ച് ഉച്ചത്തിൽ ഒന്ന് സംസാരിക്കാമോ ഹംസക്ക? കേൾക്കുന്നില്ല. ഹലോ, എന്റെ കാലിന്റെ അടി, അതായത് ഒരു 30 കൊല്ലത്തായി ഡയബറ്റിക് പേഷ്യന്റ് ആണ്. അതെ, 30 കൊല്ലമായിട്ട് ഡയബറ്റിക് പേഷ്യന്റ് ആണ്. ഇപ്പൊ കാലിന്റെ അടി വല്ലാണ്ട് ഒരു എന്താണുള്ളത് ഹംസക്ക? കാലിന്റെ അടി ഇങ്ങനെ ഭയങ്കര നടക്കുമ്പോ ഒക്കെ മണ്ണിൽ കൂടി, സിമന്റിൽ കൂടിയൊക്കെ നടക്കുമ്പോ, തറയിൽ കൂടിയൊക്കെ നടക്കുമ്പോ, മണ്ണിൽ കൂടി നടക്കുമ്പോഴാ. അതായത് ഹംസക്ക, ടിവിയുടെ സൗണ്ട് ഒന്ന് കുറച്ച് വെച്ചിട്ട് സംസാരിക്കാമോ? കേൾക്കുന്നില്ല. ഫോണിൽ മാത്രം ഒന്ന് സംസാരിക്കാമോ? പറഞ്ഞോളൂ ഹംസക്ക. എന്റെ കാല് 10-30 കൊല്ലമായി ഡയബറ്റിക് പേഷ്യന്റ് ആണ്. അതെ. ഇപ്പം സിമന്റ് കൂടി, തറയിൽ കൂടി, മാർബിളൊക്കെ നടക്കുമ്പോ കടപ്പുറം മണ്ണിട്ട് നടക്കുന്ന മാതിരി കാല്. ഹംസക്ക, അതിനകത്ത് നമ്മൾ ഈ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത്, ഡയബറ്റീസ് ഉള്ള ആൾ ഒരിക്കലും ചെരുപ്പുകളില്ലാതെ വീട്ടിനുള്ളിലും പുറത്തും നടക്കുകയും ചെയ്യരുത്. അതാണ് നമ്മുടെ പാദ സംരക്ഷണം തുടങ്ങേണ്ടതേ അവിടെയാണ്. മനസ്സിലായില്ലേ? അതെ, ഞാൻ എപ്പോഴും സോക്സും ചെരുപ്പിട്ടും നടക്കാറ്.
അപ്പോൾ ഇത് ഈ ഡയബറ്റീസ് നമ്മൾ കുറേ കാലം നിൽക്കും തോറും നമ്മൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാഡികളുടെ ക്ഷതം കാരണം ന്യൂറോപ്പതി എന്ന അവസ്ഥയിലൊക്കെ ആയിരിക്കും എനിക്ക് തോന്നുന്നു ഹംസൊക്കെ ഉള്ളത്. നമ്മൾ പുകച്ചിലുണ്ടോ? കാലിനുള്ളിൽ നിന്ന് പുകച്ചിലുണ്ടാകാറുണ്ടോ? പുകച്ചിലുണ്ട്, ഇടയ്ക്കിടയ്ക്ക് കാലിന് തൊടന്റെ ഇടയിൽ നിന്നൊക്കെ എന്തോ ഒരു തീ കത്തും പോലെ ഉണ്ടാവും. അതെ അതെ അതെ. അപ്പോൾ അത് ശരിക്കും ഡയബറ്റീസ് ഒക്കെ എങ്ങനെ കൺട്രോൾഡ് ആണോ? ഡയബറ്റീസ് ഒക്കെ ഇപ്പോൾ കൺട്രോൾഡ് ആണോ? 130, 140 അധികം ഫാസ്റ്റിംഗ്. അതെ അതെ. അപ്പോൾ ഡയബറ്റീസ് നല്ലപോലെ കൺട്രോൾ ചെയ്ത് പോവുക. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ഈ ന്യൂറോപ്പതിക്കുള്ള ട്രീറ്റ്മെൻറ്റും കൂടെ ചെയ്യുക. ന്യൂറോപ്പതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സ്ലോ ആയിട്ട് നമ്മൾ ആദ്യം നമ്മൾ ന്യൂറോപ്പതി അസസ് ചെയ്യണം. ബയോടെസിമെട്രി മുതലായ ടെസ്റ്റുകൾ ഉപയോഗിച്ചിട്ട്. നല്ലത് ഏറ്റവും നല്ലത് എവിടെയാണ്? എവിടെയാണ് നല്ലതെന്ന് വെച്ചാൽ ഹംസക്കിൻ്റെ വീട് എവിടെയാണ്? എന്റെ വീട് നടക്കാവാണ്. നടക്കാവാണ്. നടക്കാവാണെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റലിൽ തന്നെ വന്നാൽ മതി. നമുക്കതിനുള്ള പ്രത്യേക വിഭാഗം തന്നെ ഇക്രയിലുണ്ട്. ഇക്ര ഹോസ്പിറ്റലുണ്ട്. ഇക്രയിൽ നമുക്ക് ഫുഡ് കെയറിന് പ്രത്യേക വിഭാഗം തന്നെയുണ്ട്. ന്യൂറോപ്പതിയുമായിട്ട് ബന്ധപ്പെട്ട് ഡയബറ്റിക് ഫുഡുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ചികിത്സാ സംവിധാനങ്ങളും ഇക്രയിലുണ്ട്. നാളെ സൺഡേ ഉണ്ടാവുമോ? നാളെ സൺഡേ ഉണ്ടാവില്ല. മൺഡേ മുതലുള്ള ശനി മുതലുള്ള എല്ലാ ദിവസങ്ങളിലും OP ഉണ്ടാവും.